കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി നിതിൻ രാജിനോട് പ്രിൻസിപ്പൽ കയർക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. പ്രിൻസിപ്പൽ ഓഫീസിനകത്തെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ദൃശ്യങ്ങൾ കാണാം. വിശദാംശങ്ങളുമായി അജീഷ് ജയകുമാർ ഉണ്ട്. അജീഷ്, ഇത് ലോൺ ആപ്പ് നടത്തിപ്പുകാർ കസ്റ്റഡിയിലായിട്ടുണ്ട് ഇതിനോടകം തന്നെ. ഇത് മരണത്തിന് മുൻപ്, എനിക്ക് തോന്നുന്നു ഏതാണ്ട് അരമണിക്കൂർ മുൻപ് ഉള്ള ദൃശ്യങ്ങളാണ് എന്ന് തോന്നുന്നു. അതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ്? ലോൺ ആപ്പിൽ അതിൽ ഭീഷണി കിട്ടിയ അധ്യാപിക വരുന്നു, അവിടെ അധ്യാപകനോട് സംസാരിക്കുന്നു, ഒടുക്കം അധ്യാപകൻ ഈ ലോൺ ആപ്പ് നടത്തിപ്പുകാരോട് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അനുജ, ഏപ്രിൽ 10 അത് ഉച്ചയ്ക്ക് 12 മണി, അത് ആ സമയത്തുള്ള CCTV ദൃശ്യങ്ങളാണ് ഇതിനോടകം പുറത്തു വന്നത്. ഇന്നലെ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ അധ്യാപിക ലതാ ശശിധരൻ, ഈ ഭീഷണി സന്ദേശവും കോളുകളും കിട്ടിയ ലതാ ശശിധരൻ, ഒപ്പം തന്നെ മറ്റു 3 അധ്യാപകർ പ്രിൻസിപ്പലിനും കൂടാതെ ഉണ്ടായിരുന്നു. അവർ ഈ വിഷയം നിതിൻ രാജിനോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ പുറത്തു വരുന്ന ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ നിതിൻ രാജിനോട് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് മോണി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കയർക്കുന്ന ആ ശബ്ദ സന്ദേശമുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വന്നത്. ഏതാണ്ട് ഈ ആത്മഹത്യക്ക് തൊട്ട് നിമിഷങ്ങൾക്ക് മുൻപുള്ള ദൃശ്യങ്ങളാണ്. ഇതിനുശേഷമാണ് ഈ മൊബൈൽ ഫോൺ, നിതിൻ രാജിന്റെ മൊബൈൽ ഫോൺ പ്രിൻസിപ്പൽ അവിടെ വാങ്ങി വെക്കുന്നു. അതിനുശേഷമാണ് ഈ നിതിൻ രാജ് പുറത്തേക്ക് പോയി ആത്മഹത്യ ചെയ്യുന്നത്. എന്തായാലും ആ ശബ്ദ സന്ദേശം ക്ലിയർ അല്ല, എന്നാൽ പോലും അതിൽ റഫറൻസ് നമ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിൻസിപ്പൽ നിതിൻ രാജിനോട് ചോദിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. പ്രധാനമായും ഈ അധ്യാപികയുടെ നമ്പറാണ് നിതിൻ ഈ ലോൺ ആപ്പ്, ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പിന് നൽകിയിരുന്നത്. ഇതിനെ തുടർന്നായിരുന്നു അധ്യാപികയ്ക്ക് നിരന്തരമായി ഭീഷണി സന്ദേശവും ആ കോളുകളും ലഭിച്ചുകൊണ്ടിരുന്നത്. ഇത് പ്രിൻസിപ്പലിന് പരാതി നൽകി. പ്രിൻസിപ്പളാണ് അധ്യാപികയോട് ആവശ്യപ്പെട്ടത് പോലീസിൽ കംപ്ലൈന്റ് നൽകാൻ. അങ്ങനെ പോലീസിൽ ആ പരാതി നൽകുകയും ചെയ്തു. സൈബർ സെല്ലാണ് കേസെടുത്തത്. ആ സംഭവത്തിൽ 3 പേരെ നോയിഡയിൽ നിന്ന് സൈബർ സെൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ കോടതിയിൽ ഹാജരാക്കി, കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 3 പ്രതികളെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതിൽ. ഈ പ്രിൻസിപ്പൽ ഓഫീസിൽ നടന്ന ഈ ചോദ്യം ചെയ്യൽ, അതിൽ കടുത്ത മാനസിക സമ്മർദ്ദം നിതിൻ ഉണ്ടായി എന്ന് ബോധ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിന് ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അതായത് ഇനി ഇവിടെ പഠനം തുടരാൻ സാധിക്കില്ല എന്നുള്ളൊരു സാഹചര്യം വന്നതിനാലാകാം നിതിൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. അതിൽ ലോൺ ആപ്പിന്റെ നടത്തിപ്പുകാർക്കും പങ്കുണ്ട്, അവരുടെ ഭീഷണിക്ക് പങ്കുണ്ട്, ഒപ്പം തന്നെ ഈ അധ്യാപകർക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്തായാലും ഡോക്ടർ വിനോദ് മോണി ഈ നിതിനോട് കയർക്കുന്ന ചില ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അനുജ, അതാണ് അധ്യാപിക ലത പരാതി നൽകുന്നത്. പ്രിൻസിപ്പൽ ലോൺ ആപ്പുകാരോട് സംസാരിക്കുന്നതൊക്കെ ഈ ദൃശ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ അധ്യാപകർ കയർക്കുന്ന ദൃശ്യങ്ങൾ കൂടി, നിതിൻ രാജിനോട് കയർക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. മരണത്തിന് ഏതാണ്ട് 25 മിനിറ്റിന് മുൻപ് നടന്ന സംഭവമാണ്. CCTV ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. അതാണിപ്പോൾ പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ. അതും വളരെ നിർണായകമാവുകയാണ്. ഈ അന്വേഷണത്തിന്റെ മുന്നോട്ട് പോക്കിൽ നിർണായകമാകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കാരണം മരണത്തിന് തൊട്ട് മുൻപുള്ള 25 മിനിറ്റിന് മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അത് പ്രിൻസിപ്പൽ ഓഫീസിനകത്ത് നടന്ന കാര്യങ്ങളാണ്. അവിടെ നിതിൻ രാജുണ്ട്, പ്രിൻസിപ്പലുണ്ട്, ഒപ്പം തന്നെ അധ്യാപികയുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.